ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. ബ്രസീലിയൻ നോവലിസ്റ്റായ പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായ ഒരു കോട്സ് ആണിത്. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, അത് തുറന്നിട്ടെന്ന് വിചാരിച്ചു അതിലൂടെ കാറ്റോ വെളിച്ചമോ അകത്ത് കടക്കുന്നില്ല, ചില മനുഷ്യരെ പോലെ. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ ആരോടും മിണ്ടാതെ കാണാതെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ വാതിലും ജനലും അടച്ചിട്ട് ഏകാകിയായി ജീവിക്കണമെന്നാണോ? അല്ല പിന്നെയോ? നിങ്ങൾക്കറിയാം, ചില ആളുകളോട് നമ്മൾ എത്ര തന്നെ സ്നേഹത്തോടെ സംസാരിച്ചാലും താഴ്മയോടെ പെരുമാറിയാലും അവർ ചാടി കുടങ്ങി കേർത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ അവർക്ക് നിങ്ങൾ എത്ര തന്നെ താഴ്ന്നു കൊടുക്കുന്നുവോ അത്ര കണ്ട് അവർ തലയിൽ കയറി നിരങ്ങും. അതാരും ആകട്ടെ, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, സ്നേഹിക്കുന്നവർ, റിലേഷൻഷിപ്പിൽ ഉള്ളവർ, ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിലുള്ളവർ ആരുമായിരിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയുടെ ഒരംശം പോലും തിരിച്ചു തരാത്തവരാണ് അവർ. വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോഴും ഒരു നന്ദി പോലും കാണിക്കാത്തവരാണ് അവർ. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് മാത്രം കണ്ടു നിങ്ങളുടെ കൂടെ കൂടിയവരാണ് അവർ. മാനുഷികമായ ഒരു പരിഗണനയോ പരിനാളനയോ തരാത്തവരാണ് അവർ. ഇവരെക്കുറിച്ചാണ് ആ വാതിലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വാതിലുകൾ തുറന്നു വെച്ചതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ലഭിക്കുന്നില്ല. ഇത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടിയാൽ അവരിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല. മുഴുവൻ ദിവസവും വഴക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാതെ. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടും അവരെ മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവരെ അവിടെ ഉപേക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരു ലിമിറ്റ് വെക്കുക. എന്നിട്ട് ഇത് വിധിയാണെന്ന് കരുതി ജീവിക്കുക.